അരുവിൽ നീ തളരുകയോ ഇനി സഹജേ. സന്തോഷം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ആലോചനകൾ കേൾക്കുവാൻ സ്വർഗ്ഗത്തിൽ ദൈവദാസനിലെ ദൈവം ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം, ഞാനായിരിക്കുന്നതായ സ്ഥാപനത്തിൽ ശനിയാഴ്ചയുള്ള ബന്ധത്തിൽ ഞാൻ ഏകദേശം 4 വർഷത്തോളമായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. കർത്താവേ, ശനിയും ഞായറും ദൈവത്തെ ആരാധിക്കുവാനും പല കാര്യാദികൾക്ക് വേണ്ടി ദൈവമേ, ദൈവം ഒരു അത്ഭുതം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് അതിൻ്റെ കാര്യങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ഒരു മീറ്റിംഗ് പോലും കൂടാതെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിച്ചു. ദൈവത്തിന് മഹത്വം. അതുപോലെ നമ്മുടെ സഭയിലുള്ള ദൈവമക്കളെ ഇത്രത്തോളം മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മൾ വളരെ ചുരുങ്ങിയ പേരാണ് നാം ദൈവത്തെ ആരാധിക്കുന്നു എങ്കിലും ചുരുങ്ങിയവരുടെ കൂട്ടമോ ആൾപ്പെഴുപ്പമോ ഒന്നുമല്ല. ദൈവത്തിന് ആവശ്യം സമർപ്പണത്തോടെ ഒരുമിച്ച് ദൈവസന്നി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഞാൻ ഈ സഭയിൽ വന്നതായ കാലഘട്ടം മുതൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ദൈവദാസൻ, ഞങ്ങൾ മാത്രമായി ഇവിടെ ആരാധിച്ച പല ദിവസങ്ങളുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പല വിഷയത്തോളം ദൈവം അത്ഭുതകരമായി അടുത്ത നെക്സ്റ്റ് വീക്കിൽ തന്നെ പല അത്ഭുതങ്ങൾ കണ്ട നിമിഷങ്ങളുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായി നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഇന്ന് പകൽക്കാലം അല്പനേർശ്ചിന്തയ്ക്കായിട്ട് വേദഭാഗം നമുക്ക് വായിക്കാം. സദൃശ്യ പുസ്തകം 19-ാം അധ്യായം 21-ാമത്തെ വാക്യം അവർക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. പ്രോവർബ്സ് 19:21. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുമുണ്ട്, യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകും. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുവാനിടയായി തീർന്നത്. പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ട ആലോചനയുമായിട്ടുള്ള ബന്ധത്തിലുള്ള ഒരു വേദഭാഗമാണ് ഇന്ന് പകൽക്കാലം നമ്മൾ വായിച്ചു. പ്രത്യേകിച്ച് പകൽക്കാലം ദൈവദാസൻ പറഞ്ഞതായ അവസാന ഭാഗം ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ആലോചന കർത്താവായി വിശ്വസിക്കുന്ന ഏതു വ്യക്തിക്കും അനിവാര്യമാണ്. എന്നാൽ ഇന്ന് പകൽക്കാലവും അതുമായി ചേർന്നുള്ളൊരു ഭാഗമാണ് ദൈവാത്മാവ്. ഞാൻ രാവിലെ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് വേണ്ടിയുള്ള ആലോചന എന്തു വേണമെന്ന് ദൈവത്തോട് ഞാൻ ചോദിച്ചു. ദൈവം എനിക്ക് നൽകിയ ഒരു ആലോചന ഇങ്ങനെ തന്നെയാണ്. ഹല്ലേലൂയ സ്തോത്രം. മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങൾ ഉണ്ട്. There are many devices in a man heart എന്ന് പറഞ്ഞാൽ ഇവിടെ ആലോചന എന്ന വാക്കിന് ഇവിടെ ഉദ്ദേശിച്ചത് ഡിവൈസസ് എന്നാണ്. ഹല്ലേലൂയ. ഒത്തിരി കാര്യഗതികൾ സംഗ്രഹിക്കുവാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തെയാണ് ഡിവൈസസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ അങ്ങനെയുള്ള ചില ഡിവൈസുകളുണ്ട്. ഒത്തിരി കാര്യങ്ങൾ എന്ത് ചെയ്യാം, അതിനെ സംഗ്രഹിക്കുവാൻ കഴിയുന്ന ചില ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അനുഭവത്തെയാണ് ആലോചന എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ദൈവദാസനിലൂടെ അല്ലെങ്കിൽ ശനിയാഴ്ച രാത്രികാലം കേൾക്കപ്പെട്ട ആലോചനയിൽ അല്ലെങ്കിൽ ദൈവദാസൻ പറഞ്ഞൊരു ഭാഗമാണ്. ഏകദേശം 70,000-ഓളം ചിന്തകൾ, ആലോചനകൾ ഒരു ദിവസം നമ്മുടെ മൈൻഡിലൂടെ കടന്നു പോകാറുണ്ട്. അതിൽ ഒരു 70% ചിന്തകൾ അർത്ഥശൂന്യമായ ചിന്തകളാണ്. അതിൽ 30% മാത്രമാണ് വളരെ പ്രാധാന്യമേറിയതായ ചിന്തകൾ എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നൊരു ഭാഗമുണ്ട്: മനുഷ്യന്റെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, പക്ഷേ യഹോവയുടെ ആലോചനയോ നിവൃത്തിയാകുവാനിടയായി തീരും. But the counsel of the Lord shall stand എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടി അനുവർത്തിച്ചിരിക്കുന്ന, ദൈവം നമുക്ക് വേണ്ടി കൽപ്പിച്ചാക്കിയിരിക്കുന്ന ആ ആലോചന ഒരിക്കലും മാറ്റം വരാത്തത് എന്നാണ് ദൈവവചനം പറയുവാനിടയായി തീരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാനിന്ന് അല്പം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം, ദൈവത്തിന് നമ്മേറെ കുറിച്ചുള്ളതായ ചില പ്രത്യേകമായ അനുഭവങ്ങളുണ്ട്. ഒന്ന്, അൾട്ടിമേറ്റ് പ്ലാൻ ഉണ്ട്. ദ അൾട്ടിമേറ്റ് പ്ലാൻ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ആത്യന്തികമായ നമ്മെക്കുറിച്ചുള്ള ലക്ഷ്യമുണ്ട്. ഒന്ന്. രണ്ടാമത്തെ ഭാഗം അല്ലെങ്കിൽ ആലോചനയുണ്ട്. രണ്ടാമത്തെ ഭാഗം ഒന്ന് പ്ലാൻ ഓഫ് ഗോഡ്, അതായത്
പ്ലാൻ, നമ്മെക്കുറിച്ചുള്ള പ്ലാനുകളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇതിന്ന് വ്യത്യസ്തമാണ് ദൈവത്തിന്റെ നന്മകൾ. ഈ 3 ഭാഗങ്ങൾ ഇന്ന് അല്പനേരം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ അല്ലെങ്കിൽ സ്തോത്രം ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള അത്യന്താപേക്ഷിതമായിട്ടുള്ള ദൈവത്തിന്റെ നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണ്? 2, നമ്മെക്കുറിച്ചുള്ള ബാഹ്യമായ ചില ഉദ്ദേശങ്ങൾ. 3, ദൈവത്തിൽ നിൽക്കുന്നതായ നന്മകൾ. ഇത് 3 നമ്മൾ വ്യത്യസ്തമായി തിരിച്ചറിയേണ്ട കാലഘട്ടമാണ്. നമുക്കറിയാം, ഏതു കാര്യത്തിനായിക്കൊള്ളട്ടെ ഈ 3 കാര്യങ്ങളും അനിവാര്യമാണ്. നമ്മൾ ജോലി സ്ഥലത്ത് കയറിയാൽ ആ ജോലിക്ക് നമ്മെ കയറ്റുന്നതിൽ ഒരു അൾട്ടിമേറ്റ് പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ ഒരിക്കലും മാറ്റം വരാത്തതാണ്. ആ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന നേഴ്സായിട്ട് നമ്മൾ ജോലി, അല്ലെങ്കിൽ ഒരു ടീം ലീഡറായിട്ട് ജോലി ചെയ്താൽ, അല്ലെങ്കിൽ നേഴ്സിംഗ് അല്ലെങ്കിൽ ഒരു ഹെഡായി ജോലി ചെയ്താൽ ആ ഒരു പ്രസ്ഥാനം ആ ഒരു വ്യക്തിയിൽ നിന്നും, ആ ഒരു നേഴ്സിൽ നിന്നും, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു അൾട്ടിമേറ്റ് പ്ലാൻ ഉണ്ട്. എന്താണെന്നറിയാമോ? അവിടെ നിങ്ങൾ ഒരു നേഴ്സിന്റെ ജോലി ചെയ്യുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നല്ല ആത്മാർത്ഥതയോടെ, നല്ല സത്യസന്ധതയോടെ ചെയ്യുന്ന കാര്യം വിശ്വസ്തയോടെ ചെയ്യുക എന്നുള്ളത് അത്യന്തമായ ലക്ഷ്യം. അതിനൊരു പ്രതിഫലം എന്ത് ചെയ്യുന്നു? അവർ അതിൽ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ഇതാണ് അൾട്ടിമേറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്ലാൻസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ ജോലി സ്ഥലത്ത് കയറുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, നമുക്ക് ആ പ്രസ്ഥാനം നൽകുന്ന ഒരു ഡ്യൂട്ടിയാണ് നേഴ്സായി ജോലി ചെയ്യുക. പക്ഷെ ചിലപ്പോൾ അവിടുത്തെ പരിസ്ഥിതി അനുസരിച്ച്, അവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് പല കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ ആയി നമ്മൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ചെയ്യാതിരിക്കേണ്ട സാഹചര്യം. ഇതൊക്കെ ഒന്ന് പ്ലാനുകളാണ്. അത് മാറി മറിഞ്ഞ് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്, നമ്മെ ഏത് ഉദ്ദേശത്തോടു കൂടെയാണ് ജോലിക്ക് വേണ്ടി കയറ്റിയത്, ആ ജോലി കൃത്യനിഷ്ഠയോടെ ചെയ്താൽ അവർ നമുക്ക് നൽകുന്നൊരു വേതനമുണ്ട്, സാലറിയുണ്ട്, ശമ്പളമുണ്ട്, പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. ഈ ഒരു അനുഭവത്തിൽ തന്നെ ദൈവാത്മാ വചനത്തിലൂടെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഭാഗം ഇത് തന്നെയാണ്. നമ്മൾ ഓർക്കണം, ഇന്ന് പല ഹല്ലേലൂയ, സ്തോത്രം, വ്യക്തിത്വങ്ങളുടെ പ്രശ്നം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം നമ്മെ വിളിച്ചു വേദരിച്ചതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത്, ആ ഉദ്ദേശം പലപ്പോഴും മറന്നു പോകുന്നു. ഈ ലോകത്തിലെ ചില പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളുടെ മധ്യത്തിൽ, ചില വേദനകളുടെ മധ്യത്തിൽ, ചില നിരാശകളുടെ മധ്യത്തിൽ, ചില നന്മകൾ കിട്ടുമ്പോൾ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിച്ച പദ്ധതിയിലേക്ക് എത്തിപ്പോകാതിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വാസ്തവം എന്ന് പറയുന്നത്. നമുക്കറിയാം എന്താണ് നമ്മെക്കുറിച്ചുള്ള ആത്യന്തമായ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവിടെ ദൈവദാസൻ പറഞ്ഞു, ഹല്ലേലൂയ, സ്തോത്രം, അപ്പൻ ആഗ്രഹിക്കുന്ന ഒരു മകനെ കുറിച്ചുള്ള ആത്യന്തമായ ലക്ഷ്യം എന്നാണ്. ഒരൊറ്റ വിഷയം മാത്രമേ ഉള്ളൂ. അപ്പൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം മകനും അപ്പനും ഒരുമിച്ച് ജീവിക്കണം. ഇതാ ദൈവം ആ അപ്പനും മകനെ കുറിച്ച് ആഗ്രഹിക്കുന്ന അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. പക്ഷേ അതിനിടയിൽ അനേക നന്മകൾ പ്രാപിക്കാറുണ്ട്, ചില തെറ്റുകൾ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ എന്ത് ചെയ്യാണ്? ഒരു പ്ലാൻ മാത്രമാണ്. എന്നാൽ ജീവിതത്തിൽ അപ്പനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അപ്പന് കിട്ടുന്ന സമ്പാദ്യം എന്നറിയാമോ? അപ്പന്റെ സകല അവകാശത്തിന് അവകാശയോഗ്യമായി തീരുന്ന ഒരനുഭവത്തിലേക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് എന്താണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു പ്ലാൻ. ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് ശക്തമായി സഭയുള്ള ബന്ധത്തിൽ കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ അനേകം ആഴ്ചകളായി ദൈവാത്മാവ് സംസാരിക്കുന്ന ചില ഭാഗം തന്നെയാണ്, അതിൻ്റെ ബാക്കി ഭാഗം തന്നെയാണ് ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കും. ഞാൻ പറഞ്ഞു വന്നു, ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നന്മകൾ അനുഭവിക്കേണ്ടത് ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പ്ലാൻ അല്ല, പ്ലാൻ മാത്രമാണ്. ഈ ലോകത്തിൽ നാം ദൈവസന്നിധി വിശ്വസ്തയോടെ ജീവിച്ചാൽ ദൈവം നമുക്കുണ്ട് സകല നന്മകളും. ദൈവവചനം പറയും, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം ഒക്കെയും നിന്നെ പിന്തുടരുവാനിടയായി തീരും. പിന്തുടരും. നമ്മൾ അതിന്റെ ബാക്കിൽ പോകണ്ട. ഒരു ദൈവ പൈതലാണോ, ദൈവത്തിന്റെ ആത്യന്തമായ ലക്ഷ്യത്തിൽ നമ്മളായി നിന്നാൽ നമ്മെ തകർക്കുന്ന ഏതു ശക്തിയെയും തകർക്കുവാൻ നമ്മൾ ഓടിപ്പോണ്ട. അതിന്റെ ഉത്തരവാദി എന്റെ ദൈവമായി തീരുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. സ്വയമായൊക്കെ പലതും ചെയ്തു കൂട്ടാൻ ശ്രമിക്കും. പക്ഷെ അത് പലതും ചിലപ്പോൾ പരാജയത്തിലേക്ക് പോകും. പക്ഷേ ദൈവത്തിന്റെ ആത്യന്തമായ ലക്ഷ്യത്തിലേക്ക് വന്നാൽ സ്വർഗത്തിലെ ദൂതന്മാർ ഇറങ്ങുവാനിടയായിത്തീരും. ഞാൻ ഒരു 3 ആഴ്ചയ്ക്ക് മുമ്പ് പ്രസംഗിച്ചൊരു ഭാഗമാണ്. ഹല്ലേലൂയ. ഹിസ്കിയ രാജാവ്
തൻ്റെ ബലം ഉപയോഗിച്ച്, തൻ്റെ ശക്തി ഉപയോഗിച്ച് യുദ്ധം ചെയ്യുവാൻ ആരംഭിച്ചപ്പോൾ, പല കാര്യങ്ങൾ ചെയ്യുവാൻ ആരംഭിച്ചപ്പോൾ, ഒരു പരിധി വരെ തൻ്റെ ജീവിതത്തിൽ അത് തോൽവികൾ സംഭവിച്ചപ്പോൾ, ഒരു സമയത്ത് എല്ലാ പരാജയങ്ങളും മുൻപിൽ വന്നപ്പോൾ അവൻ ദൈവസന്നിധിയിൽ നിന്ന് ആലയത്തിന്റെ ഉള്ളിൽ ചെന്ന് രാത്രി ഇന്ന് മുഴങ്കാൽ മടക്കി ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതിയിൽ ഹിസ്കിയ രാജാവ് ദൈവസന്നിധിയിൽ സമർപ്പിതനായി നിന്നപ്പോൾ തന്നെ സ്വർഗത്തിലെ ദൂതൻ അശ്ശൂർ പാളയത്തിനകത്തിറങ്ങി ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാൻ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളും പരിശുദ്ധന പറയുന്നു, നമ്മൾ ഒരു നന്മയുടെയും ഒരു പ്രശ്നങ്ങളുടെ ബാക്കിലേക്ക് പോകണ്ട. ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയിലേക്ക് നാം എത്തിച്ചേരാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ ഉത്തരവാദി എന്ന് പറയുന്നത് ഈ ലോകത്തിലെ വ്യക്തികളല്ല, എൻ്റെ കർത്താവ് ദൈവമായിരിക്കും. എന്താണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അൾട്ടിമേറ്റ് പ്ലാൻ എന്ന് പറയുന്നത്? ആ അൾട്ടിമേറ്റ് പ്ലാനിലേക്ക് എത്തിച്ചേരേണ്ട ചില വഴികളാണ് കഴിഞ്ഞ നാളുകൾ പഠിപ്പിച്ചുകൊണ്ട്. ഒന്ന്, ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ഫലങ്ങൾ ഉള്ളവായിരിക്കണം. രണ്ട്, ജഡത്തിന്റെ സ്വഭാവങ്ങൾ നമ്മുടെ മേൽ കയറുവാൻ പാടില്ല. മൂന്ന്, സ്തുതിക്കുന്ന വ്യക്തിത്വങ്ങളായി തീരണം. ഇതിന്റെ വഴികളാണ്. അപ്പൊ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. എന്താണെന്നറിയാമോ? ഈ ലോകത്തിൽ നന്മ അനുഭവിച്ചാലും തിന്മ അനുഭവിച്ചാലും അത് നാം ദൈവസന്നിധി ഇരിക്കുന്ന രീതി അനുസരിച്ചും പല കാലാവസ്ഥ അനുസരിച്ചും ജീവിത ശൈലി അനുസരിച്ചും ഒക്കെ എന്ത് ചെയ്യും? മാറ്റങ്ങൾ സംഭവിക്കാം. ചിലപ്പോൾ കഷ്ടതയിലൂടെ ദൈവരാജ്യത്തിൽ കടന്നു പോകാം, ചിലപ്പോൾ നന്മ പ്രാപിച്ച് കടന്നു പോകാം. പക്ഷെ ഇതൊന്നുമല്ല, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി നമ്മൾ നിറവേറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ അല്പനേരം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മെക്കുറിച്ചുള്ള അൾട്ടിമേറ്റ് പ്ലാൻ എന്താണ്? നമ്മെക്കുറിച്ചുള്ള പ്ലാനുകളുണ്ട്, അൾട്ടിമേറ്റ് പ്ലാനും ഉണ്ട്. പക്ഷെ നമ്മെക്കുറിച്ചുള്ള പ്ലാന് നമുക്കൊന്ന് വായിച്ചു. യെരമ്യാ പ്രവചന പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം വായിച്ചേ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഇവിടെ ശ്രദ്ധയോടെ കേൾക്കണം. ഒരു അൾട്ടിമേറ്റ് പ്ലാൻ ഉള്ള ഒരു മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ തന്നെ നമ്മെ പേർ ചൊല്ലി വിളിച്ച ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. നമ്മെ അറിഞ്ഞ ദൈവമാണ്. അത്രയും അധികം ഒരു റെസ്പോൺസിബിലിറ്റിയാണ് എൻ്റെ ദൈവത്തിൻ്റെതായ കാര്യാദികൾ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഓർക്കണം, ഈ ലോകത്തിലെ ഏത് പ്രശ്നങ്ങളുടെ മുമ്പിൽ നമ്മൾ ബാക്കിലോട്ട് പോകാതെ, ഏത് പ്രതിസന്ധികൾ വരട്ടെ, നന്മ വരട്ടെ, തിന്മ വരട്ടെ, സന്തോഷം വരട്ടെ, കണ്ണുനീർ വരട്ടെ, അതൊക്കെ കർത്താവ് നാം ദൈവസന്നിധി നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്തോത്രം, ഒരു ബോണസ് പോലെ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ അതിൻ്റെ ബാക്കിലോട്ട് പോകണ്ട. നമ്മൾ ദൈവസന്നിധി വിശ്വസ്തയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഓർക്കണം, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഒരു പദ്ധതി എന്ന് പറയുന്നത് ഇന്ന് ആരംഭിച്ചതല്ല. നമ്മളൊരു പക്ഷെ ദൈവത്തെ കണ്ട നാളുകൾക്ക് ശേഷമായിരിക്കാം, ഒരുപക്ഷെ ഒത്തിരി വയസ്സായ ശേഷമായിരിക്കാം. ചിലപ്പോൾ 10-90 വയസ്സിൽ ദൈവത്തെ അറിഞ്ഞ എത്രയോ വ്യക്തിത്വങ്ങളുണ്ട്. മരിക്കാറായി കിടക്കുന്ന എത്രയോ വ്യക്തികൾ ദൈവത്തെ അറിഞ്ഞവരുണ്ട്. എനിക്കറിയാം ഒത്തിരി പേരെ. ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ വെളിപ്പെടുത്തി അധ്വാനിക്കുന്ന പല മേഖലകൾ ദൈവദാസം എനിക്കറിയാം. അവരൊക്കെ ഹല്ലേലൂയ പല സമയങ്ങളിൽ ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന വ്യക്തിയെ കാണുവാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് 5 മിനിറ്റ് ദൈവത്തിൽ തന്നെ അകന്നുപോയ എത്രയോ അനുഭവങ്ങൾ ഞാനൊരിക്കൽ ഓർക്കുന്നു. എൻ്റെയും ഹല്ലേലൂയ സ്തോത്രം എൻ്റെ ഒരു ചേച്ചിയുടെ ഹസ്ബൻഡ്, പ്രിയപ്പെട്ട ഹല്ലേലൂയ സ്തോത്രം വൈഫിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഹോസ്പിറ്റലായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഏകദേശം ഒരു 3 ദിവസം കഴിഞ്ഞാണ് ഞാൻ അവിടെ പോകുന്നത്. 3 ദിവസം കഴിഞ്ഞു ഞാൻ അവിടെ പോയി. അല്ലെങ്കിൽ അവിടെ ഒന്നുകൂടെ ദൈവസന്നിധി തീരുമാനം എടുക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ദൈവം സഹായിച്ചു. അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ചേച്ചിയുടെ മകൻ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം. അദ്ദേഹം നന്നായി സംസാരിച്ചു. എൻ്റെ ആ വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നോട് സംസാരിച്ചു, തീരുമാനമെടുത്തു, പ്രാർത്ഥിച്ച ദൈവസന്നിധിയിൽ അല്പനേരം കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു വന്നപ്പോൾ പറഞ്ഞു, കൊച്ചിച്ച ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ പ്രിയപ്പെട്ട കൊച്ചിച്ചൻ ഹല്ലേലൂയ സ്തോത്രം ശ്വാസം വലിക്കുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ലോകം വിട്ടു പോകുവാനിടയായി തീർന്നു എന്ന് പറഞ്ഞാൽ, അവസാന നിമിഷം വരെ എന്ത് ചെയ്യാം? ദൈവത്തെ അറിഞ്ഞ സാഹചര്യം ഉണ്ടായിരിക്കാം. അത് നമ്മുടെ മുമ്പിൽ അവസാന സാഹചര്യം ആയിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പ്ലാൻ ഇപ്പോൾ ആരംഭിച്ചതല്ല.
ജീവിതത്തിൽ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ തന്നെ കർത്താവ് നമ്മെ അറിയുവാനിടയായി തീർന്നു. എന്താണ് നമ്മെക്കുറിച്ചുള്ള അൾട്ടിമേറ്റ്? നമുക്കൊന്ന് വായിക്കാം. എഫേസ്യ ലേഖനം 1-11 വാക്യം വായിച്ചാട്ടെ. മതി. ഇവിടെ പറയുന്നൊരു ഭാഗം, ഈ ഒരു ഭാഗം നമ്മൾ വ്യക്തമായി കേൾക്കുമ്പോൾ പിശാച് പലരെയും നമ്മൾ ടേണിംഗ് പോയിന്റ് വയ്ക്കും. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന് നമ്മെക്കുറിച്ച് അൾട്ടിമേറ്റ് പ്ലാൻ തിരിച്ചറിയാതിരിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കും. ഹല്ലേലൂയ. ഇവിടെ പറയുന്നൊരു ഭാഗമുണ്ട്, വളരെ ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. എഫേസ്യ ലേഖനം 1-11 വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: തൻ്റെ ഹിതത്തിൻ്റെ ആലോചന പോലെ, അക്കോർഡിംഗ് ടു ദ പർപ്പസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള ആലോചന പോലെ നാം എന്ത് ചെയ്യണം? അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയാകേണ്ടതിന് എന്ത് ചെയ്യണം? നാം ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ മഹത്വം നമ്മളിലൂടെ വെളിപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. ഒന്നുകൂടെ പറയാം. ദൈവത്തിന്റെ ആലോചന പ്രകാരം, ദൈവത്തിൻ്റെതായ ഹൃദയത്തിലുള്ള മറഞ്ഞു കിടക്കുന്ന ഒരു മുത്താണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ആലോചന പ്രകാരം ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇതിനെ ആഴമായി പറയേണ്ട ആവശ്യമില്ല, കാരണം ദൈവദാസൻ അതിന്റെ പ്രാരംഭഘട്ടങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. സ്തോത്രം. അപ്പോൾ ഓർക്കണം, ദൈവത്തിന്റെ ആലോചന പ്രകാരം എന്ന് പറഞ്ഞാൽ കർത്താവിന് എന്നെക്കുറിച്ച് എന്തെങ്കിലും ഒരു ആലോചന ഉണ്ടോ എന്ന് നാം എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഞാൻ പോകുന്ന വേളകളിൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ, ഞാൻ എഴുന്നേൽക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ, എവിടെയായിക്കൊള്ളട്ടെ, ജീവിതത്തിന്റെ സമസ്ത മേഖലകൾ എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന എന്താണെന്ന് എന്ത് ചെയ്യണം? മനസ്സിൽ. ഇവിടെ പറയുന്നൊരു ഭാഗമുണ്ട്. എന്താണ്? അവന്റെ മഹത്വത്തിന്റെ പുകഴ്ച ആകേണ്ടതിന് തന്നെ. ഒന്നുകൂടെ പറഞ്ഞാൽ, നാം ജീവിക്കുന്ന ജീവിതം കൊണ്ട് ദൈവത്തിന്റെ മഹത്വം പുകഴ്ചയായി നമ്മളിലൂടെ വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവത്തിന്റെ രാജ്യം നമ്മളിലൂടെ വെളിപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. ഈ ലോകത്തിൽ ഒരുപാട് വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ഈ ലോകത്തിൽ പലവിധമായ നിരാശകളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. പക്ഷേ ഇതൊന്നും ദൈവത്തിൻ്റെതായ ആത്യന്തമായ ലക്ഷ്യത്തിൽ നിന്നും പിന്തിരിഞ്ഞു പോകാൻ വേണ്ടി പാടില്ല. ഓർക്കണം, ഈ ലോകത്തിലുള്ള ചില വിഷയങ്ങൾ പരാജയപ്പെട്ടു പോയാൽ നമുക്ക് തിരികെ വരാം. പക്ഷേ ദൈവത്തിൻ്റെതായ, ദൈവമാക്കി വച്ചിരിക്കുന്ന പദ്ധതി നാം തിരികെ പോയാൽ അതിലൊരു പുനർ സൃഷ്ടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ വരവ് സംഭവിച്ചാൽ അതൊന്നും നീക്കുമായി നഷ്ടപ്പെട്ടു പോകുവാനിടയായി തീരും. ഇവിടെ പറയും, ദൈവത്തിൻ്റെ പുകഴ്ചയായി ജീവിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 5-10 വാക്യത്തിലേക്ക് നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 5-10 ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവൻ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. മതി. ഇവിടെ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ച ദൈവമക്കളെ സംബന്ധിച്ച് സ്വർഗീയ ദൂതന്മാരുടെ സാക്ഷ്യമാണ് ഇവിടെ പറയുന്നൊരു ഭാഗം. ഇവിടെ പറയുന്നൊരു ഭാഗമാണ് ഇങ്ങനെയാണ് പറയുന്നത്. അവർ എന്താണ്? ഒന്നുകൂടെ നമുക്കൊന്ന് വായിക്കാം. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. രാജ്യവും പുരോഹിതന്മാരും നമ്മെ എന്ത് ചെയ്തു? ആക്കി വെക്കുവാനിടയായി തീർന്നു. അടുത്ത വാക്യം, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു, അത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയപ്പോൾ ദൈവം ആക്കി വച്ച അൾട്ടിമേറ്റ് എയിം, ഒന്ന്, ദൈവത്തിന്റെ മഹത്വം നമ്മളിലൂടെ വെളിപ്പെടണം. 2, ഇവിടെ പറയുന്നു, നിങ്ങൾ ഭൂമിയെ വാഴണം. നമ്മളിവിടെ പ്രാരംഭത്തിൽ പറയും, നിങ്ങൾ എന്താണ്? നിങ്ങളുടേതായ രാജകീയമായ അനുഭവത്തിലും പുരോഹിതന്മാരാക്കി വെച്ചു. പത്രോസിന്റെ ലേഖനം എന്താ പറയുന്നത്? വായിച്ചു നോക്കാം. പത്രോസിന്റെ ലേഖനത്തിൽ 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് വയ്യുമ്പോൾ ഈ ഭാഗത്തിന്റെ പൂർണ്ണ രൂപത്തെ കാണുവാൻ സാധിക്കുന്നു. 1 Peter chapter 2 verse 9. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും
രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ ദൈവാത്മാവിൽ കണ്ടതായ തിരുവചനം യോഹന്നാനിലൂടെ ലഭ്യമാകുമ്പോൾ നിങ്ങളെ പുരോഹിതന്മാരായും രാജകീയമായി വച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഉറപ്പിച്ചു പറയും, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമാണ് നാം ഓരോരുത്തരും. അപ്പോൾ ഇത്രയും അധികം ഒരു പ്ലാൻ ഓഫ് ഗോഡ് അല്ലെങ്കിൽ ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പ്ലാനാണ് നമ്മളെ കുറിച്ചുള്ളത്. അതിന്റെ അടുത്ത ഭാഗം എന്താ പറയുന്നത്? വെളിപ്പാട് പുസ്തകം പറയുന്നത് ഇങ്ങനെ ആക്കി വെച്ചതിന്റെ കാരണം എന്നാണെന്നറിയും, നിങ്ങൾ ഭൂമിയെ വാഴണം. സ്തോത്രം. ഭൂമിയെ വാഴണം. ഈ ഭൂമി നമ്മളെ വാഴരുത്, നമ്മൾ എന്ത് ചെയ്യണം? വാഴുന്ന അനുഭവം വരണം. ഞാൻ പറയുന്ന ഒറ്റ ഭാഗം ഇതിനകത്ത് ദൈവാത്മാവ് എന്താ സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നു പറയട്ടെ. വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ദൈവസന്നിധി സമർപ്പിച്ച് ആത്മാവിന്റെ ഫലങ്ങൾ ഉളവായി ജഡത്തിന്റെ സ്വഭാവം നമ്മിൽ നിന്ന് വിട്ടുമാറി സ്തുതിക്കുന്ന ഒരു കൂട്ടം ജനം, അത് വളരെ ചുരുങ്ങിയവരായിക്കൊള്ളട്ടെ, ഈ ദൈവസഭയിൽ നിന്നായിക്കൊള്ളട്ടെ, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളായിക്കൊള്ളട്ടെ, നിങ്ങൾ ഒരു വ്യക്തിയായാലും ദൈവസന്നിധി സ്തുതിക്കാൻ നിങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സ്വഭാവ ഗുണത്തിനകത്ത് നമ്മളായി പെട്ട് കഴിഞ്ഞാൽ, ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിച്ച പദ്ധതിയിലേക്ക് ഭൂമിയെ വാഴുന്നവർ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അവസ്ഥ ഭേദങ്ങളെ പോലും തിരിച്ചറിയുന്ന വ്യക്തിത്വങ്ങളായി ദൈവമെ കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ നമുക്കറിയാം, വേദപുസ്തകം വായിക്കുമ്പോൾ ഹല്ലേലൂയ, സൂര്യനെ പോലും, സൂര്യ നീ ഹല്ലേലൂയ സ്തോത്രം അവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ യോശുവയുടെ വാക്കിൽ എന്ത് ചെയ്തു? ഒരല്പം പോലും മാറ്റം വരാതെ സംഭവിച്ചൊരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ശിഷ്യന്മാർ ഒരിക്കൽ കർത്താവിനോട് ചോദിക്കുന്നു, ഈ കാറ്റും കടലും ഇവനെ അനുസരിക്കുന്നല്ലോ, ഇവൻ ആരെന്ന് ചോദിക്കുവാൻ. എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള പ്രകൃതിയെ പോലും നിയന്ത്രിക്കുവാൻ കഴിവുറ്റ വ്യക്തിത്വം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളാണെങ്കിൽ അതൊന്ന് പറയാൻ പറ്റുമോ? കർത്താവേ, ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് രാജകീയ പുരോഹിത വർഗമായി എന്നെ വിളിച്ചു വേർതിരിച്ചത് ഈ ഭൂമിയെ വാഴാനാണെങ്കിൽ, ഞാനായിരിക്കുന്ന കുടുംബത്തിനകത്ത്, ഞാനായിരിക്കുന്ന വ്യക്തിത്വത്തിനകത്ത്, ഞാനായിരിക്കുന്ന ദേശത്തിനകത്ത്, കർത്താവേ, ഈ ദേശത്തിനകത്ത് ദൈവത്തിന് ഹിതമുള്ളത് മാത്രം സംഭവിക്കുവാൻ എത്ര പേർക്ക് മനസ്സോടെ പറയാൻ പറ്റും? കർത്താവേ, അല്ലാത്തൊരു കാര്യങ്ങൾ എൻ്റെ ദേശത്ത് സംഭവിക്കുവാൻ ഞാൻ ഉള്ളോടത്തോളം അനുവദിക്കാത്തൊരു ദൈവത്തെ ഞാൻ ആരാധിക്കുന്നേ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എലിയാവിനെ പറ്റി പലപ്പോഴും ഞാൻ പ്രസംഗിച്ചൊരു ഭാഗമാണ്. എലിയാവ് അല്ലെങ്കിൽ സ്തോത്രമല്ലേ അവിടെ ദൈവസന്നിധി പ്രാർത്ഥിച്ചു, ദൈവത്തെ സ്തുതിച്ചു. എന്ത് ചെയ്തു? ആകാശത്തുനിന്ന് തീ ഇറങ്ങി. പക്ഷേ ഓർക്കണം, ബാൽപ്രവാചകന്മാർക്ക് അല്ലെങ്കിൽ ഒരു കാര്യം, ചുമ്മാ അവർ ഒരു പന്തയത്തിന് ഇറങ്ങത്തില്ല. അവർ ഒത്തിരി അനുഭവം ഉണ്ടായിരുന്നു. ചരിത്രം പഠിച്ചു നോക്കണം. അവർ ദേവീദേവന്മാർക്ക് രക്തം പുരട്ടിയാൽ, രക്തം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ദേവൻ പ്രസാദമായിട്ട് സ്വർഗത്തും തീയിറങ്ങുന്ന അനേക അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്താ കർമ്മേലിന്റെ മലമുകളിൽ നടക്കാത്തതിന് കാരണമെന്ന് ഞാൻ വിശ്വസിച്ചൊരു കാര്യം, ദൈവം എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്. ഒരു അഭിഷിക്തനായ ഏലിയാവിന്റെ പാദസ്പർശനം കർമ്മേലിന്റെ മലമുകളിൽ ഉള്ളോടത്തോളം കാലം ഒരു അന്യാഗ്നി വെളിപ്പെടുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ആ ഏലിയാവിനോട് ചോദിക്കാതൊരു കാര്യം എന്റെ സ്വർഗത്തിൽ ദൈവം ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പറ്റത്തുള്ളൂ. ഇവിടെ ഇന്ന് ദൈവദാസൻ എന്തോ പറഞ്ഞേ? ദൈവം, പിതാവായി ദൈവം, ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ മനുഷ്യനോടുകൂടെ ആണയിട്ട് പറയും. എന്താ പറഞ്ഞേ? തന്റെ ജനത്തെ അത്രത്തോളം സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഓർക്കണം, ഇന്ന് പകൽക്കാനാണ് കർത്താവേ, നമ്മൾ ഓരോരുത്തരും ഓരോ ഏലിയാവാകും ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ആയിരിക്കുന്ന സ്ഥലങ്ങൾ ഓരോ യോസഫായി വെളിപ്പെടും ദൈവം ആഗ്രഹിക്കുന്നു. ഇത് എത്ര പേർക്ക് ദൂത് അംഗീകരിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നാം ആയിരിക്കുന്ന സ്ഥാപനങ്ങളിൽ, നാം ആയിരിക്കുന്ന ദേശത്തിനകത്ത്
ഒരു അന്യാഗ്നി വെളിപ്പെടണമെങ്കിൽ ഒരു അഭിഷിക്തനായ നമ്മുടെ പാദസ്പർശനം അവിടെ ഉള്ളിടത്തോളം കാലം വെളിപ്പെടുവാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ഒരു അഭിഷേകം നമ്മുടെ മേൽ പകർന്നിരിക്കുമ്പോൾ അഭിഷേകത്തിന്റെ ശക്തി തിരിച്ചറിയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം എന്ന് പറയുന്നു, കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കി കഴുകന്മാരെ പോലെ ചിറകടിച്ചു. ദൈവത്തിന്റെ വചനമാണെങ്കിൽ ഇന്ന് അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമ്മൾ ഒരിക്കലും പ്രശ്നങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന അനുഭവമല്ല. ഇന്ന് പകൽക്കാൽ ആത്മാവിൽ പറഞ്ഞുകൊണ്ട്, കർത്താവേ, ഞാൻ നിൽക്കുന്ന ഏത് വിഷയത്തിനകത്തായാലും ഞാനൊരു അഭിഷിക്തനാകയാൽ എന്നെ ദൈവം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ തന്നെ എന്നെ ദൈവം കണ്ട ദൈവമാണെങ്കിൽ ഓർക്കണം, രാജകീയ പുരോഹിത വർഗമായി ദൈവം നമ്മെ അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാം വിശ്വസിക്കാൻ തയ്യാറാണ്. കർത്താവേ, എന്റെ കർത്താവ് എന്നോട് ചോദിക്കാതെ ഒരു ദോഷവും ചെയ്യുന്ന ഒരു ദൈവമല്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇയ്യോബിന്റെ മുമ്പിൽ വേലി കെട്ടിയ വേലിയെ പൊളിക്കുവാൻ പിശാചിന് സ്വയമായി പറ്റത്തില്ല. അല്ലെങ്കിൽ ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ ഇയ്യോബിന്റെ ശരീരത്തിന്മേലോ വസ്തുവകമേലോ തൊടുവാൻ കഴിഞ്ഞില്ല എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നെങ്കിൽ വിശ്വസിക്കാൻ തയ്യാറാണ്. ദൈവം നമുക്ക് വച്ചിരിക്കുന്ന ഒരു നന്മകളെ, ഒരു പദ്ധതിയെ തൊടുവാൻ പിശാചേ നിനക്ക് അധികാരമില്ല. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്ക്, നമ്മെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് അത്രത്തോളം വലിയൊരു ശക്തിയോടുകൂടെയാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, രാജകീയ പുരോഹിത വർഗമായി നമ്മെ വിളിച്ചു വേദിച്ചതിന് കാരണം ഭൂമിയെ വാഴാനാണെങ്കിൽ നാം വിശ്വസിക്കാൻ തയ്യാറാണ്. നമ്മുടെ കുടുംബത്തെ ഒരു രോഗവും വാഴരുത്, നമ്മുടെ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ വാഴരുത്, നമ്മുടെ ജീവിതത്തിനകത്ത് നിരാശകൾ വാഴരുത്, നമ്മുടെ ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ അഭിമുഖത്തിന്റെ ഒരു യേശുവിന്റെ നാമത്തിൽ സംഭവിക്കാതെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വാഴുന്നവന്റെ പ്രത്യേകത എന്നറിയാമോ? വാഴുന്നവൻ പറയുന്ന അനുസരിച്ച് രാജ്യം മൂവ് ചെയ്യത്തുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ചില പ്രവർത്തികൾ ഞാൻ അക്ഷരികമായി കാണുന്ന ചില സഭകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവദാസന്മാർ പറയുമ്പോൾ മഴ മാറുന്ന എത്രയോ അനുഭവങ്ങൾ ഞാൻ കഴിഞ്ഞ നാളുകൾ അറിയുവാനിടയായി തീർന്നു. ഞാനൊരു സഭയെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു സഭയുടെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, അവരെ പറ്റിയുള്ള കാര്യമല്ല പറയുന്നത്. ഒരു കൂട്ടം ദൈവജനം 24 മണിക്കൂർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാണെന്നറിയാമോ? അവരെ മേൽ ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പ്ലാൻ വെളിപ്പെടുവാൻ. അധരങ്ങളെ തുറന്ന് പൂർണ്ണമായി 24 മണിക്കൂർ ഇൻറ്റു 7 അല്ലെ, കഴിഞ്ഞ ഒരു മാസത്തിനു മുമ്പ് അവർ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ആ ഒരാഴ്ച അവർക്ക് വിചാരിക്കാത്ത പല ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടു. അക്ഷരികമായ ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു. അല്ലെങ്കിൽ അവർ എല്ലാവരും കൂടെ ചേർന്നൊരു പാറയുടെ മുകളിൽ വെച്ച് വലിയൊരു സ്റ്റാച്ചു വെച്ച ശേഷം അതിനെ ഒരു പ്രത്യേകമായ തീർത്ഥാടന കേന്ദ്രമാക്കുവാൻ വേണ്ടി അവരെല്ലാവരും കൂടെ പദ്ധതി ഇട്ടു. പക്ഷേ ദൈവത്തെ സ്തുതിച്ച ദൈവത്തിന്റെ മക്കളുടെ ഇടയിൽ മധ്യത്തിൽ അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു മഴ സംഭവിച്ചു. അവർ വച്ചുന്ന സകലത്തെയും താഴെ മറിച്ചുകൊണ്ട് അവർ പിന്നെ പറഞ്ഞു, ഇതിനകത്തൊരു ദേവി പ്രസാദമില്ല എന്ന് പറഞ്ഞ് ദേശത്ത് വാഴുന്ന പല ശക്തിയുടെ മേൽ പോലും കീഴ്മേൽ മറിക്കത്തക്ക നിലവാരത്തിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി ദൈവ മക്കളുടെ ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്ന് സമർപ്പിക്കാൻ പറ്റുമോ? കർത്താവേ, എന്നെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയെ വാഴാനാണെങ്കിൽ എന്നെ വാഴുന്ന ഒരു ശക്തിയും വാഴുവാൻ അനുവദിക്കരുതേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള ചില പ്രവൃത്തികൾ ഈ സഭ കാണാൻ വേണ്ടി പോകുകയാണ്. വിശ്വസിക്കാൻ ചുമ്മാ ഒരു സ്തോത്രം പറയണ്ട. ഈ കാലഘട്ടം സംഭവിക്കാൻ വേണ്ടി പോകുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഈ ദിവസങ്ങൾ അനുഭവിക്കുക. ഹല്ലേലൂയ. നമുക്കെതിരായി സംസാരിക്കുന്ന ചില വർത്തമാനങ്ങളെ പോലും ഒതുക്കി വച്ച സാഹചര്യം എൻ്റെ ദൈവം എന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. പല പ്രവൃത്തികൾ ഈ ദിവസങ്ങൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെപ്പോലും നിങ്ങളറിയാതെ ഉപദ്രവിച്ചവരെ എൻ്റെ സ്വർഗത്തിലും പലപ്പോഴും തൊട്ടുപോയ അനുഭവങ്ങളുണ്ട്. കാരണം എന്നറിയാമോ? നമ്മുടെ ഉത്തരവാദി നമ്മളല്ല, എൻ്റെ സ്വർഗത്തിലെ ദൈവമാണ്. വിശ്വസിക്ക്. കർത്താവേ, എന്നെ ദൈവമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആയിരിക്കുന്ന സ്ഥാപനത്തിനകത്ത് എത്ര എതിർപ്പുകൾ സംഭവിച്ചാലും, എത്ര തന്നെ ഏതൊക്കെ മാനേജർമാർ നമുക്കെതിരായി വന്നെന്ന് പറഞ്ഞാലും, ആരൊക്കെ നമുക്ക് അനുകൂലമല്ലെന്ന് പറഞ്ഞാലും, എൻ്റെ ദൈവം അവിടെ ആക്കി വെച്ചത് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശം ദൈവത്തിനുണ്ടെങ്കിൽ കർത്താവേ, എൻ്റെ മേൽ ഒരു വ്യക്തിയും വാഴുവാൻ അനുവദിക്കരുതേ. സ്തോത്രം. എത്ര പേർക്ക് പറയാൻ പറ്റും? ഹല്ലേലൂയ.
ഈ ഒരു ദൂത് ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് കേട്ടപ്പോൾ തന്നെ ആത്മാവിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീർന്നു. ഈ വിഷയം എന്താ ദൈവസഭയോട് പറയുന്നറിയാമോ? ഇതൊക്കെ ദൈവദാസന്മാരുടെ കുത്തവക അവകാശം പോലെ പ്രസംഗിക്കുന്ന പല പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് പകൽക്കും ദൈവം നൽകുന്ന ഓരോ വ്യക്തിയോടും പറയുന്നു, ദൈവദാസന്മാർക്ക് വേണ്ടി മാത്രം അവകാശപ്പെട്ട അവകാശമല്ല ഇവിടെ പറയുന്നത്. ദൈവത്തെ ആശ്രയിക്കുന്ന ഏതൊരു ദൈവഭക്തനെ സംബന്ധിച്ച് ഇത്രയും അധികം അഭിഷേകവും അധികാരവും നമ്മുടെ മേൽ പകർന്നിരുന്ന് വിശ്വസിക്കാനാകുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം പറയണം, ചില സംഭവത്തോട് ചില പ്രതികൂലത്തോട് പറ, കർത്താവേ, പിശാചേ, നിനക്ക് ഇതിന്മേൽ അധികാരമില്ല, എന്റെ ശരീരത്തിന്മേൽ അധികാരമില്ല, എന്റെ ഈ ജീവിതത്തിന്മേൽ അധികാരമില്ല, എന്റെ തലമുറകൾ അവകാശമില്ല, എന്റെ ഈ ജോലിമേൽ അവകാശമില്ല, എന്നെ എതിർക്കുവാൻ നിനക്ക് അവകാശമില്ല. കാരണം എന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. നാം വിശ്വസിക്കുന്ന ദൈവം സാധാരണ വ്യക്തിയല്ല. അങ്ങനെ നാം വിശ്വസിച്ച് പോകരുത്. അല്ല, ഈ ദിവസങ്ങളിൽ ആത്മാവിന്റെ ഫലം വെളിപ്പെട്ട് അല്ലെങ്കിൽ ദുഷ്ടതയുടെ എല്ലാ ചിന്തകളും മാറ്റി സ്തുതിക്കാൻ ആരംഭിക്കുന്ന ദൈവജനങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുമെങ്കിൽ ഈ വെസ്റ്റേൺ പെന്തക്കോസ്റ്റ് ചർച്ചിനകത്ത്, ഈ വെസ്റ്റേൺ സൂപ്പറിനകത്ത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ, അത്ഭുതങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ! വിശ്വസിക്കാൻ തയ്യാറാവ്. കർത്താവേ, ഈ വിശ്വസിച്ചുകൊണ്ട് എന്തൊക്കെ തന്നെ പറഞ്ഞെന്ന് പറഞ്ഞാലും അത് സംഭവിക്കും ദൈവത്തിന്റെ വചനം. കാരണം എന്നറിയാമോ? ആ ഭൂമിയെ വാഴുന്ന ദൈവമക്കളായിരിക്കണം. ഇന്ന് വാഴുന്ന ശത്രുവിന്റെ പല പദ്ധതികൾ ലോകത്തിലുണ്ട്. കാരണം ഈ ലോകം പിശാചിന്റെ അധീനമാണ്. പക്ഷേ നമ്മളായിരിക്കുന്ന മേഖലകളിൽ നമ്മെ തൊടുവാൻ നമ്മോട് ചോദിക്കാതെ പറ്റത്തില്ല. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മെ ദൈവം ആക്കി വെച്ചു, രാജകീയ പുരോഹിത വർഗമാക്കി മാത്രമല്ല, ഭൂമിയെ വാഴുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അടുത്തൊരു ഭാഗം കൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിനും കൂടെ വായിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഒരു ദൈവമകനെ സംബന്ധിച്ച്, ദൈവമക്കളെ സംബന്ധിച്ചു അടുത്തൊരു അൾട്ടിമേറ്റ്, ഒന്ന്, ദൈവത്തിന്റെ രാജ്യം നമ്മളിലൂടെ വെളിപ്പെടണം. 2, ഈ ഭൂമിയെ നാം വാഴണം. 3-ാമത്തെ ഭാഗം പറയുന്നത്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും അല്ലെങ്കിൽ ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ എന്ത് ചെയ്യണം? സാക്ഷി. യു ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾ. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതിയാണ്, ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾ. ഇതൊരു ദൈവദാസന്മാരെ പറ്റിയുള്ളൊരു ദൂതല്ല കേട്ടോ. അങ്ങനെ നമ്മൾ വിശ്വസിച്ച് പോകരുത്. നമ്മെക്കുറിച്ച് ഓരോ വ്യക്തികളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പോവുക, ശിഷ്യന്മാരെ വാർത്തുണ്ടാക്കുക. ഇവിടെ പറയുന്ന അതിനുപരി ഭാഗമുണ്ട്. 8-ാമത്തെ വാക്യം പ്രാരംഭം പറയുന്നത് എന്തുവാ? അതിനെന്ത് ചെയ്യണം? എന്ത് പ്രാപിക്കണം? ശക്തി പ്രാപിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിക്കണം. ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങൾ പ്രാപിച്ചിട്ടില്ല എങ്കിൽ ഈ ദിവസങ്ങൾ പ്രാപിക്കണം. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയോ നമ്മൾ അന്യഭാഷ വെച്ച് ഒതുക്കി തീർക്കരുത്. പരിശുദ്ധാത്മാഭിഷേകം അന്യഭാഷ പറയുന്നത് മാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന് പറഞ്ഞാൽ വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഈ ലോകപരമായ ജഡത്തിന്റെ സ്വഭാവങ്ങൾ നമ്മിൽ നിന്നും അകറ്റി ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലങ്ങൾ നമ്മൾ വെളിപ്പെട്ട് ദൈവത്തിന്റെ സാന്നിധ്യപ്രകാരം ജീവിക്കാൻ നമ്മെ ആക്കുന്നതാണ് അഭിഷേകം എന്ന് പറയുന്നത്. അതാണ് അനോയിൻമെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ ശക്തി ലഭിക്കണം. അവർ ദൈവം എന്ത് പറഞ്ഞു? കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കി കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്വയമായി നേടാൻ വിചാരിച്ച പറ്റത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം? സാക്ഷിയാകണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മൾ വെളിപ്പെടണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ എന്ത് ചെയ്യണം? ദൈവ സാന്നിധ്യം വെളിപ്പെടണം. നമ്മൾ എന്തൊക്കെ തന്നെ, ഏതൊക്കെ റൂട്ട് വെച്ച്, ഏതൊക്കെ തന്നെ തരത്തിലുള്ള സെക്യൂരിറ്റി നമ്മൾ ഇട്ടെന്ന് പറഞ്ഞാലും അത് കടന്നു പോകാൻ വർഷങ്ങൾക്ക് മുമ്പേ ചിലപ്പോൾ ദിവസങ്ങൾ വേണ്ടി വന്നേക്കാം. പക്ഷേ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് സെക്കൻഡുകൾ മാത്രം മതി. കാരണം വിരൽ തുമ്പിൽ തന്നെ അവർക്ക് ഗൈഡ് ചെയ്യുവാൻ പറ്റുന്ന, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രത്യേകമായ ടെക്നോളജിയുള്ളൊരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നു, കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്നുവെങ്കിൽ, തലമുറകളെ ഓർത്ത് ഒരു ഭാരമുണ്ടെങ്കിൽ അവരെ ആത്മാവിൽ അഭിഷിക്തരാകുവാൻ നാം പ്രാർത്ഥിക്കണം. പഴയ നിയമ വിശുദ്ധന്മാർ
ദൈവദാസന്മാരുടെ അപ്പന്മാരുടെ പിതാക്കന്മാരുടെ അനുഭവങ്ങൾ പലപ്പോഴും നാം കേട്ടിട്ടുള്ളതാണ്. ദൈവദാസന്മാർ ഹല്ലേലൂയ സ്തോത്രം ദൈവസഭയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ആലയത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, ഒരു അല്ലെങ്കിൽ ഭവനത്തിനകത്ത് ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നു, അതിശയങ്ങൾ പ്രവർത്തിക്കുന്നു, ഭൂതാത്മാക്കൾ വിട്ടുമാറുന്നു. അല്ലെങ്കിൽ ദേശത്തിനകത്ത് എത്ര തന്നെ രോഗത്തിന്റെ ശക്തികളും ആ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ രോഗത്തിന്റെ ശക്തികൾ അഴിഞ്ഞു മാറുന്നു. ഈ അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ സഭകൾ തിരിഞ്ഞു വരട്ടെ. ഇന്ന് സംഭവിക്കാത്തതിന് കാരണം എന്നറിയാം, ഭൂതമില്ലാത്തതുകൊണ്ടൊന്നല്ല കേട്ടോ. ചിലരൊക്കെ പറയുന്നു പ്രാർത്ഥിച്ച് ഭൂതങ്ങളൊക്കെ അഴിച്ചു മാറ്റി എന്നാ പറയുന്നത്. സ്തോത്രം സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ. ദൈവം നമ്മെ രാജകീയ പുരോഹിത വർഗമായിട്ടൊക്കെ നമ്മെ അഭിഷേകം ചെയ്തു വച്ചിട്ടുണ്ടെങ്കിലും ദൈവത്തിന് നമ്മോടൊപ്പം ജീവിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ, ഒരാലയത്തിന് പോലും ഇറങ്ങി വരാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുന്ന പല പ്രവൃത്തികളും ദൈവസഭയോടുള്ള ബന്ധത്തിൽ പോലും നടക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പണ്ടുള്ള പിതാക്കന്മാർ കരഞ്ഞ് നിലവിളിച്ച് രക്തസാക്ഷികളായും അടിയും ഇടിയും ഏറ്റ് കണ്ണുനീരോടെ നിലവിളിച്ച് തലമുറകൾ നന്മകൾ പ്രാപിച്ച് ഇന്ന് ആ നന്മയുടെ പുറത്തു നിന്നുകൊണ്ട് ഗുണ്ടായിസം പോലും സഭയ്ക്കകത്ത് വരുന്ന രീതിയിൽ പൈശാചികമായ ചില പ്രവർത്തികൾ വെളിപ്പെട്ടെങ്കിൽ ഈ ദിവസങ്ങൾ നമ്മളും ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, കർത്താവേ പണ്ടേയുള്ള ഒരു ദിവസം നമുക്കൊന്ന് തിരികെ നൽകണമേ. നമ്മുടെ തലമുറകൾ ദൈവ സാന്നിധ്യത്തിൽ നിറയട്ടെ, ആത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. ചില ശിഷ്യന്മാരെ വാർത്തെടുക്കുന്ന ഒരു അഭിഷേകം നമ്മുടെ മേൽ പകരട്ടെ. നാം പോകുമ്പോൾ തന്നെ അനേകം പേർ പാപബോധം ഉളവാകട്ടെ. നാം ആയിരിക്കുന്ന നമ്മെ ഉയർത്തി വെച്ച് മാനിച്ച് പല നന്മകളും തന്ന് ദൈവം നമ്മെ ഒരു സ്ഥലത്താക്കിയതിന് കാരണം എന്നറിയാമോ? ആ സ്ഥലത്ത് താങ്കളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് താങ്കളെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, അവരെ ഓർത്ത് നിലവിളിക്കുവാൻ, അവരോട് സുവിശേഷം പറയുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മുടെ സഭ അങ്ങനെ ഒരു സുവിശേഷവൽക്കരണത്തിൻ്റെ ഒരു സഭയായി തീരുവാൻ എനിക്ക് ഏറ്റവും അധികം ഏറെ ആഗ്രഹമുണ്ട്. ഈ ദിവസങ്ങൾ അങ്ങനെയുള്ള ചില വ്യക്തിത്വങ്ങൾ ദൈവം ഈ ദിവസങ്ങൾ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം രാത്രി ദൈവദാസന്റെ ഭവനത്തിനകത്ത് ഒരു പുതിയൊരു സഹോദരി ഞങ്ങളുടെ സഭയ്ക്കകത്ത് വരുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞു വന്ന കാരണം, സുവിശേഷത്തിൻ്റെതായ വക്താക്കളെ ദൈവം നമ്മെ അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുമ്പോൾ ഈ അല്ലെങ്കിൽ ഏരിയക്കകത്ത് ദൈവത്തെ അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവരെല്ലാം എൻ്റെ യേശുവിനെ കാണണം. അവർ ഒരിക്കലും പരാജയപ്പെട്ടു പോകരുത്. ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ആത്മഹത്യയിലേക്ക് പോകരുത്, അപകടത്തിലേക്ക് പോകരുത്. ദൈവം നമ്മെ ആക്കി വെച്ചത് ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകണം. അത് മാത്രമല്ല, മത്തായി 6:33 കൂടെ നമുക്ക് വായിച്ച് പെട്ടെന്ന് ഈ വിഷയത്തിൽ നിന്ന് പിൻവലിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 6:33 കൂടെ. മതി. ഇവിടെ പറയുന്നൊരു ഭാഗമുണ്ട്. ഈ ലോകത്തിൽ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന അൾട്ടിമേറ്റ് പദ്ധതിയിൽ എത്തിക്കഴിഞ്ഞാൽ ദൈവം പറയുന്ന, ആദ്യം നിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലതും നൽകാമെന്ന് പറഞ്ഞൊരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ദൈവസഭ ദൈവത്താൽ ആത്മാവിന്റെ ഫലങ്ങൾ ഉളവാകുന്ന വ്യക്തിത്വങ്ങളായി തീരുന്ന ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ വാക്കുകൾ അസൂയ, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ദ്വന്ദ്വവശം, ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ സഭകളിൽ നിന്നും, നമ്മുടെ വ്യക്തിത്വങ്ങളിൽ നിന്നും, നമ്മുടെ ദേശങ്ങളിൽ നിന്നും, നമ്മുടേതായ അധരങ്ങളിൽ നിന്നും, നമ്മുടെ മൈൻഡിൽ നിന്നും മാറുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുമാത്രമല്ല, സ്തുതിക്കുന്ന വ്യക്തിത്വങ്ങളായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെയായി തീർന്നാൽ ഒന്ന്, ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിലൂടെ വെളിപ്പെടുവാൻ അതേ ദൈവം ഇടയായി തീരും. അതുമാത്രമല്ല, രാജകീയ പുരോഹിത വർഗമായി ദൈവം നമ്മെ അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഈ ദേശത്തെ, ലോകത്തെ, നാം ആയിരിക്കും ദേശത്തെ പോലും ഭരിക്കുവാൻ, വാഴുവാനുള്ള അവകാശം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മൾ പകർന്നു കഴിഞ്ഞാൽ സുവിശേഷത്തിന്റെ വലിയൊരു വിത്ത് നമ്മളിൽ അത് വെളിപ്പെട്ട് അനേകം പേർക്ക് പ്രയോജനമായി തീരും. ഇവിടെ പറയുന്നൊരു ഭാഗം, ആദ്യം നിന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലതും നമുക്ക് നൽകപ്പെടുവാനിടയായിട്ട്. നന്മയുടെ ബാക്കിൽ നമ്മൾ പോകണ്ട. നിങ്ങൾ അനുഭവിക്കുന്ന വിഷയത്തിനു വേണ്ടി ഓവറായി ദൈവസന്നിധി കരയണ്ട.
നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അൾട്ടിമേറ്റ് പദ്ധതിയിലേക്ക് നാം എത്തിച്ചേർന്നാൽ, നാം ദൈവസന്നിധി സമർപ്പിച്ചു കഴിഞ്ഞാൽ, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരുവാനിടയായി തീരും. ഈ ലക്ഷ്യത്തിൽ തെറ്റിക്കുന്ന ഏതെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞ് തിരിഞ്ഞു വരുവാൻ പറ്റുമെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയായി തീരും. നമ്മുടെ കണ്ണുകളും മൂടാം, നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. അല്പനേരം ദൈവത്തിൻ്റെ വചനം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നാം ചുമ്മാ അതിൽ ദൈവവചനം കേൾക്കുന്നവരായിട്ടല്ല, ദൈവത്തിൻ്റെതായ ഇമ്പമായ ശബ്ദം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇന്ന് പകൽക്കാലം അനേകം സാക്ഷ്യങ്ങളെ കേൾക്കുവാനിടയായി തീർന്നല്ലോ. നമ്മെ ആക്കി വെച്ച അനേകം പേർ അതിനകത്തുണ്ടായിരുന്നു. അനേകം സീനിയേഴ്സ് ആയിട്ടുള്ള പല വ്യക്തികൾ അതിനകത്തുണ്ടായിരുന്നു. എന്താ ഒരു ദൈവ പൈതനെ ഉയർത്തുന്നതിന് കാരണം എന്നറിയാമോ? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഭൗതികമായ നന്മകളായിരിക്കാം, പക്ഷേ ദൈവം നിന്നെ വാഴാനാക്കി വെച്ചേ. ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാ. കർത്താവേ, ഇന്ന് ആരൊക്കെ തന്നെ അനുകൂലമല്ലാത്ത സാഹചര്യങ്ങൾ താങ്കളുടെ മുമ്പിലുണ്ടെന്ന് പറഞ്ഞാലും ദൈവമാണ് ആക്കി വച്ചിരിക്കയാൽ നിന്നെ തകർക്കുവാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. നാം ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമുള്ളൂ, അതിൻ്റെ ബാക്കിലോട്ട് പോകണ്ട. ദൈവസന്നിധി സമർപ്പിച്ച്, ദൈവമേ, ഞാൻ ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ പ്രവൃത്തി എന്നിലൂടെ വെളിപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നൊരു ഭാഗമുണ്ട്. അഭിഷിക്തന് ഒരു ഏലിയാവിൻ്റെ പാദസ്പർശനം കർമ്മേലിൻ്റെ മലമുകളിലോടത്തോളം കാലം ഒരു അന്യാഗ്നി വെളിപ്പെടുവാൻ ദൈവം അനുവദിക്കാത്തതുപോലെ അവിടെ ആഹാബിന്റെ എത്ര തന്നെ പ്രവാചകന്മാർ രാവിലോട്ട് വെളുക്കും വരെ അല്ലെങ്കിൽ രാത്രി വരെ ഏതു സമയം വരെ അവിടെ രക്തം കൊടുത്താലും എന്തു കൊടുത്താലും ഏതൊക്കെ ചരിത്രങ്ങളുടെ മുമ്പിലുണ്ടെന്ന് പറഞ്ഞാലും ചരിത്രത്തെ ഒറ്റ മാറ്റിത്തിരിക്കുന്ന ഒരു ദൈവത്തെ ആരാധിക്കുന്നത് ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ തയ്യാറാകും. എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ഈ UK മണ്ണിനകത്ത് ചില നിയമത്തെ പോലും മാറ്റിമറിക്കാൻ കഴിവുള്ളൊരു ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിനെ വിശ്വസിക്കാൻ തയ്യാറാണ്. കർത്താവേ, ദൈവം എന്നെ ആക്കി വെച്ചത് ഈ ഭൂമിയെ വാഴാനാണെങ്കിൽ എൻ്റെ വിഷയത്തിന്മേൽ ഞാൻ പരാജയപ്പെട്ടു പോകാൻ ഞാൻ അനുവദിക്കരുത്. കർത്താവേ, എൻ്റെ വിഷയത്തിനകത്ത് പരാജയപ്പെട്ടു പോകാൻ അനുവദിക്കരുതേ. കർത്താവേ, എന്നിൽ വാഴുവാനുള്ളൊരു അധികാരമുള്ളതാകയാൽ കർത്താവേ, എൻ്റെ ജീവിതത്തിന്മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിവ് എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയുവാൻ കഴിയും? രാജ്യം എത്ര തന്നെ ഉന്നതമായിക്കൊള്ളട്ടെ, രാജ്യ നിയമം നിനക്ക് എത്ര തന്നെ ഉന്നതമായിക്കൊള്ളട്ടെ, ദാനിയേലേ, നിന്നെ തകർക്കുവാൻ, നിന്നെ ഒതുക്കുവാൻ എത്ര തന്നെ ശക്തി കൂട്ടിയെന്ന് പറഞ്ഞാലും, തീച്ചൂളയുടെ ശക്തി എത്ര തന്നെ വർദ്ധിച്ചെന്ന് പറഞ്ഞാലും, ശദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവേ, നിന്നെ തൊടണമെങ്കിൽ എൻ്റെ ദൈവം പറയാതെ പറ്റത്തില്ല. ദാനിയേലേ, നിനക്കെതിരായി എത്ര വലിയ സിംഹങ്ങൾ എത്ര ദിവസം ഭക്ഷണം കിട്ടാതിരുന്ന അല്ലെങ്കിൽ ഭക്ഷണത്തിനു വേണ്ടി കാത്തിരിക്കുന്ന സിംഹത്തിന്റെ കൂട്ടിനകത്തിട്ടെന്ന് പറഞ്ഞാലും നിന്നെ തൊടാൻ എൻ്റെ ദൈവം പറയാതെ അനുവദിക്കത്തില്ല. ആ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. വിശ്വസിക്കുക കർത്താവേ, ഞാനായിരിക്കുന്ന ഈ ദേശത്തിനകത്ത് ദൈവത്തിനു വേണ്ടി ഞാൻ ജീവിക്കുന്ന ഒരു മകനാണ്, മകളാണ്. ഞാൻ സ്തുതിക്കുന്ന ഒരു മകനാണ്, മകളാണ്. കർത്താവേ, എന്നെ വാഴുവാനുള്ളൊരു അധികാരം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ കർത്താവേ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചില പുതുവഴികളെ തുറക്കും. വിശ്വസിക്കുക, ഒരിക്കലും നെഗറ്റീവ് പറയാതെ ദൈവസന്നിധി പൂർണ്ണമായി സമർപ്പിക്ക്. കർത്താവ് എനിക്ക് വേണ്ടി ചിലത് പ്രവർത്തിക്കുവാനിടയായി തീരും. ചില അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ, അടഞ്ഞു കിടക്കുന്ന ചില മേഖലകൾ യേശുവിന്റെ നാമത്തിൽ ദൈവം ഇതാളുകൾ പ്രവർത്തിക്കുവാനിടയായി തീരും. നല്ലവനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിനായി നന്ദിയോടെ സ്തോത്രം. ദൈവം നമ്മെ ആക്കി വെച്ച അൾട്ടിമേറ്റ് ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കിടുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കുമാറങ്ങ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സഭ ഒന്നിടങ്ങമായി പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും അതുപോലെ ഞങ്ങൾ കർത്താവ് ഉപവസിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു വിഷയം, ദൈവവുമായുള്ള ബന്ധത്തിൽ ചേർന്നിരിക്കുവാനും ദൈവത്തോട് ചേർന്ന് കിടക്കുവാൻ, ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ വെളിപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണെങ്കിൽ കർത്താവെ, ദൈവം ഞങ്ങളോട് ഇടപെട്ട കൃപയ്ക്കായി സ്തോത്രം. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന യാചന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഹല്ലേലൂയ. അടുത്ത ആഴ്ച നമുക്ക് ഹല്ലേലൂയ ശനിയാഴ്ച വീട്ടിൽ പ്രയർ ഉണ്ടായിരിക്കും. ഞായറാഴ്ച നമുക്കിവിടെ ആരാധന ഉണ്ടായിരിക്കും. എല്ലാവരും കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ. പിന്നീട് ഒരു നോട്ടീസ് ഇന്ന് നമുക്ക് ടോണ്ടനിൽ നിന്ന് ഒരു ദേവദാസൻ അയച്ചു തരുവാൻ ഇടയായി തീർന്നു. അടുത്ത മാസം 6-ാം തീയതിയും 7-ാം തീയതിയും അവിടെ ഓഗസ്റ്റ്